നമുക്കിപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഒരു മരത്തിൻ്റെ ഒരു ബ്ലോക്കാണ് നമ്മൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ബ്ലോക്കിലായിരിക്കും നമ്മൾ ഹെലികോപ്റ്ററിൻ്റെ ആ ഒരു രൂപം നമ്മൾ വരച്ചിട്ട് നമുക്ക് കാർവ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ സൈഡ് വ്യൂവും ടോപ്പ് വ്യൂ ബോട്ടം വ്യൂ അങ്ങനെയുള്ള എല്ലാ സൈഡും നമ്മൾ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു വരച്ച പാത്തിലൂടെ നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ നമ്മളൊരു ഭാഗം, അതായത് മെയിൻ ഭാഗങ്ങൾ മാത്രം നമ്മൾ ആദ്യം ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ സൈഡായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് കൊണ്ടുവരികയാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് നോക്കിയാൽ അറിയാം, നമ്മളിതിൻ്റെ മെയിൻ ഭാഗമായിട്ടുള്ള ഫ്രണ്ട് സൈഡും കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ടെയിൽ വരുന്ന ഭാഗത്തും നമ്മൾ ഒരു സൈഡിലത്തെ ഒരു ഷേപ്പിലേക്ക് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ അതിൻ്റെ ടൈല് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് എഡ്ജുകളെല്ലാം നമുക്ക് സ്മൂത്ത് ആവണം. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡും നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് വീണ്ടും കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അത് കട്ട് ചെയ്തതിന് ശേഷമുള്ള ഭാഗമാണത്. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഷേപ്പ് ആക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പ് എന്ന് പറയാറായിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇനി എഡ്ജുകളെല്ലാം, അതായത് ഷാർപ്പായി നിൽക്കുന്ന എഡ്ജുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അതിനുവേണ്ടി നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് നമ്മൾ ചെത്തിയെടുക്കുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഒരു കറക്റ്റ് ഏകദേശം ഒരു ഷേപ്പിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ സാൻഡ് പേപ്പർ ഇട്ടിട്ട് നമ്മളിതിനെ സർഫസ് എല്ലാം സ്മൂത്ത് ആക്കി എടുക്കാനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 80 സൈസിലുള്ള സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ സാൻഡ് ചെയ്തിട്ട് കറക്റ്റ് ഷേപ്പ്, അതായത് ഹെലികോപ്റ്ററിൻ്റെ എഡ്ജുകളെല്ലാം സ്മൂത്ത് ആക്കിയിട്ട് ഈ ഭാഗങ്ങളെല്ലാം കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ, ടെയിലെല്ലാം കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആക്കണം. അതേപോലെ സൈഡുകളെല്ലാം മരത്തിൻ്റെ ആ ഒരു സ്ക്രാച്ചസ് എല്ലാം മാറ്റി സ്മൂത്ത് ആക്കി എടുക്കുകയാണ് അടുത്തതായിട്ട് ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ സർഫസ് എല്ലാം നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് നന്നായിട്ട് സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മളിതിന് മുകളിൽ, അതായത് ഇതിൻ്റെ മെയിൻ റോട്ടർ ബ്ലേഡ് വരുന്ന ആ ഒരു സെക്ഷൻ നമുക്ക് ഉണ്ടാക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു മരത്തിൻ്റെ പീസ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ആ ഒരു ഷേപ്പിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ മെയിൻ റോട്ടർ ബ്ലേഡ് നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ പിടിപ്പിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഹെലികോപ്റ്ററിൻ്റെ ടെയില് കുറച്ച് നീളം കുറഞ്ഞ കാരണം നമ്മൾ ഒരു പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ആ ജോയിൻ ചെയ്ത് നമ്മൾ ആണി വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ പിടിപ്പിക്കുന്നത്. അതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ അതിൻ്റെ റഡാറും ബാക്കിലുള്ള ആ ഒരു ടൈൽ സെക്ഷനൊക്കെ നമ്മൾ അതിൻ്റെ മുകളിലായിരിക്കും പിടിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു പീസ് എടുത്തിട്ടുണ്ട്, മരത്തിൻ്റെ പീസ് തന്നെയാണ്. ഇതിൽ നമ്മൾ റഡാറിൻ്റെയും അതേപോലെ തന്നെ സ്റ്റെബിലൈസറിൻ്റെയും നമ്മൾ ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് അത് കട്ട് ചെയ്തിട്ട് നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് നമ്മൾ ഷേപ്പാക്കി എടുക്കുകയാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള റഡാറും സ്റ്റെബിലൈസറും നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് നമ്മൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹെലികോപ്റ്ററിൻ്റെ മെയിൻ റോട്ടർ ബ്ലേഡ് വയ്ക്കുന്ന ആ ഒരു സെക്ഷനും നമ്മളിതുപോലെ കട്ട് ചെയ്ത് നമ്മൾ കാർവ് ചെയ്ത് സാൻഡ് പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതുപോലെ തന്നെ നമ്മുടെ മെയിൻ ബോഡിയിൽ നമ്മൾ ഇതിൻ്റെ സ്റ്റെബിലൈസർ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെക്ഷൻ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിലായിരിക്കും നമ്മൾ സ്റ്റെബിലൈസർ നമ്മൾ ആണിടിച്ച് ഉറപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മറ്റേ ടൈലൻ്റ് ആയിട്ടുള്ള മറ്റേ റഡാർ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്ലിറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്ലിറ്റിലേക്കായിരിക്കും നമ്മൾ റഡാറിൻ്റെ സെക്ഷൻ കയറ്റിയിട്ട് നമ്മൾ അവിടെ ഒട്ടിച്ച് വയ്ക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് ഇതുപോലെ മെയിൻ റോട്ടർ വയ്ക്കുന്ന ആ ഒരു എൻജിൻ്റെ സെക്ഷനും നമുക്കിതുപോലെ മുകളിൽ ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മളിത് എല്ലാ ഭാഗവും നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്, ആണി അടിച്ചിട്ടും പശ വെച്ചിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്യാപ്പുകളിലെല്ലാം നമ്മൾ മരത്തിൻ്റെ പൊടി വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളിതിനെ കുറച്ചും കൂടി സ്മൂത്ത് ചെയ്യാണ്. അതിനുവേണ്ടി നമ്മൾ 220 സൈസിലുള്ള സാൻഡ് പേപ്പർ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്മൂത്ത് ചെയ്തെടുക്കണം. ഇത് നമ്മൾ നേരത്തെ നമ്മൾ പൊടി വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള ആ ഗ്യാപ്പുകളെല്ലാം നമ്മൾ ഇങ്ങനെ സാൻഡ് പേപ്പർ ഇട്ട് നന്നായിട്ട് ഉരച്ച് മിനുസപ്പെടുത്തി എടുക്കുമ്പോൾ ആ ഗ്യാപ്പുകളെല്ലാം ഫില്ലായിട്ട് സർഫസ് മുഴുവൻ സ്മൂത്തായിട്ട് കിട്ടും. നമ്മളപ്പോൾ അടുത്തതായിട്ട് ഇതിൻ്റെ മെയിൻ റോട്ടർ ബ്ലേഡിൻ്റെ ഹബ്ബാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മളൊരു മൾട്ടിവുഡിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിൽ നമ്മൾ ഹബിൻ്റെ ആ ഒരു ഡയഗ്രാം വരച്ചെടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്കായിരിക്കും നമ്മൾ ഇതിൻ്റെ ബ്ലേഡുകളെല്ലാം പിടിപ്പിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിത് ഈ ഒരു ഷേപ്പിൽ നമുക്ക് എത്രയാണോ കനം വേണ്ടെന്നുണ്ടെങ്കിൽ ആ കനത്തിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. റൗണ്ട് ഷേപ്പിൽ ആദ്യം കട്ട് ചെയ്ത് നമ്മൾ കറക്റ്റ് ആംഗിളാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം.
അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസാണ് നമ്മൾ കാണുന്നത്. ഇതിൽ നമ്മൾ ഓരോ ഹോളുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്, അത് നമുക്ക് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോളുകളാണ്. അതുപോലെ നമ്മൾ ഈ ഒരു തകിട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഓരോ ലീഫുകളും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ അലുമിനിയത്തിൻ്റെ തകിടുകൾ നമ്മൾ സ്ട്രൈറ്റ് ആക്കിയിട്ടാണ് നമ്മളിനി വെക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഓരോ തകിടുമേലും നമ്മൾ 2 ഹോൾ വീതം ഇടുന്നുണ്ട്. ഈ 2 ഹോളിലൂടെ ആയിരിക്കും നമ്മൾ ഹബിലേക്ക് നമ്മൾ സ്ക്രൂ വെച്ചിട്ട് ഉറപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഹബിനെ നമ്മൾ സെൻറ്ററിൽ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മളൊരു പാനയുടെ ഒഴിഞ്ഞ റീഫിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണക്റ്റിംഗ് റോഡായിട്ട് നമ്മൾ മുട്ടുസൂചിയും അതുപോലെ വേറൊരു മൾട്ടിവുഡിൻ്റെ പീസിലും നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി ഓരോ ബ്ലേഡും എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഹബിലേക്ക് നമുക്ക് പിടിപ്പിക്കാം. നമ്മുടെ മെയിൻ റോട്ടർ ബ്ലേഡിൻ്റെ പണിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കമ്പി കഷ്ണത്തിലായിരിക്കും നമ്മുടെ ബ്ലേഡ് ഫ്രീ ആയിട്ട് കറങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു ചെറിയ ഒരു ടൈൽ റോട്ടർ കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ സ്ക്രൂ ചെയ്തിട്ടില്ല, നമ്മൾ മൾട്ടിവുഡിൻ്റെ പീസിൽ നമ്മൾ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ബാക്കിലത്തെ ഹെലികോപ്റ്ററിൻ്റെ ബാക്ക് ഭാഗത്ത് പിടിപ്പിക്കാം. ഇവിടെ നമ്മളിതുപോലെ തന്നെ ഒരു ഹോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഹോളിലായിരിക്കും നമ്മൾ നമ്മുടെ ഈ ഒരു കമ്പി കഷ്ണം നമ്മൾ ഉറപ്പിച്ച് വയ്ക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെറിയ റോട്ടർ ബ്ലേഡ്, ബാക്കിലുള്ള ടൈൽ റോട്ടർ ബ്ലേഡ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ പിടിപ്പിക്കുന്നത്. അത് നമ്മളൊരു ആണി വെച്ചിട്ട് നമ്മൾ ഉറപ്പിക്കുകയാണ്, ഫ്രീ ആയിട്ട് കറങ്ങുന്ന രീതിയിൽ അതും നമ്മൾ ഉറപ്പിച്ച് വയ്ക്കും. അടുത്തായിട്ട് നമ്മൾ ഹെലികോപ്റ്ററിൻ്റെ ലാൻഡിങ് ഗിയറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ കുടക്കമ്പിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുടക്കമ്പി നമുക്ക് വണ്ണം കുറഞ്ഞിട്ടുള്ള ഒരു പീസ് നമ്മളെടുത്ത് അത് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് എത്ര നീളത്തിലാണ് നമുക്ക് ലാൻഡിങ് ഗിയർ വേണ്ടതെന്നുണ്ടെങ്കിൽ ആ നീളത്തിൽ വെച്ച് നമ്മൾ അതിൻ്റെ ഷേപ്പിലേക്ക് നമ്മൾ പ്ലയേഴ്സ് ഉപയോഗിച്ച് വളച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ട് ഭാഗം താഴ്ഭാഗത്ത് മുട്ടി നിൽക്കുന്ന ആ ഒരു ഭാഗവും നമ്മൾ വളച്ച് നമ്മൾ കുടയുടെ ബാക്കിയുള്ള ഭാഗമായിട്ട് നമ്മൾ യോജിപ്പിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനത്തെയുള്ള 2 പീസ് നമ്മൾ ഓൾറെഡി നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും താഴത്ത് ടച്ച് ചെയ്ത് നിൽക്കുന്ന ഭാഗവും നമ്മൾ 2 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പീസുകൾ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ഒരു ഗ്യാപ്പിലേക്ക് ഇറക്കി വെച്ച് നമ്മൾ മരത്തിൻ്റെ പൊടി അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് നമ്മൾ സൂപ്പർ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളത് ഒട്ടിച്ചെടുക്കുന്നത്. നമ്മുടെ ലാൻഡിങ് ഗിയറിൻ്റെ പണികളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മരത്തിൻ്റെ പൊടിയെല്ലാം വെച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ ലാൻഡിങ് ഗിയർ നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ ബോഡിയിലേക്ക് നമുക്ക് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് അളവിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മളവിടെ ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ 2 സ്ലിറ്റുകൾ ഉണ്ടാക്കിയിട്ട് ആ സ്ലിറ്റിലേക്ക് ഇറക്കിയിട്ടാണ് നമ്മൾ ഒട്ടിച്ച് വയ്ക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു മരപ്പൊടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലാൻഡിങ് ഗിയർ നമ്മൾ ഇതിൻ്റെ ബോഡിയിലേക്ക് ഒട്ടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ ഗ്ലൂവും അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ പൊടിയും നമ്മൾ ഇതിനിടയിൽ വെച്ചിട്ട് നമ്മൾ ആണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ മരത്തിൻ്റെ പൊടി നമ്മൾ ആദ്യം ഗ്യാപ്പിൽ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്ലക്സ് ക്യൂപ്പ് വെച്ചിട്ട് നമ്മൾ പശ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ അതിന് മുകളിലേക്ക് നമ്മൾ വീണ്ടും കുറച്ചുകൂടി പൊടി ഇട്ടിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ലാൻഡിങ് ഗിയറിൻ്റെ 2 സെക്ഷനും നമ്മളിതുപോലെ മരത്തിൻ്റെ പൊടിയെല്ലാം ഇട്ടിട്ട് നമ്മളിവിടെ ഉറപ്പിച്ചിട്ടുണ്ട്. നമുക്കത് സാൻഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടി സ്മൂത്താക്കി എടുക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മെയിൻ റോട്ടർ തിരിയാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കണ്ട ഒരു കമ്പി കഷ്ണം നമ്മളിവിടെ ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മളിതാ നേരത്തെ പറഞ്ഞ ആ ഒരു ടൈൽ റോട്ടർ നമ്മൾ ആണി അടിച്ചിട്ട് നമ്മളിവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പുറത്തേക്ക് നമ്മൾ ഒരു വീഴാത്ത രീതിയിൽ നമ്മൾ ആണിയുടെ ഹെഡുള്ള കാരണം അതവിടെ ഫിക്സ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്.
അതേപോലെ തന്നെ നമ്മുടെ മെയിൻ റോട്ടർ നമ്മളിതുപോലെ വെച്ച് നോക്കിയിട്ട് കറക്റ്റ് ആണോ എന്ന് കൂടി നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ റോട്ടർ ബ്ലേഡ് ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ മൾട്ടിവുഡിൻ്റെ തന്നെ ഒരു പീസ് നമ്മൾ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ ലോക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ പിടിപ്പിക്കുന്നു. നമ്മൾ ഈ വെച്ചിരിക്കുന്ന മെയിൻ റോട്ടർ ബ്ലേഡ് ഒരു സൈഡിലേക്ക് നമ്മൾ ചെരിച്ച് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലേക്ക് ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ നമ്മുടെ സീലിംഗ് ഫാനിൻ്റെ അടിയിൽ നമ്മുടെ ഹെലികോപ്റ്റർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലീഫ് കറങ്ങുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മെയിൻ റോട്ടറും അതേപോലെ ടെയിൽ റോട്ടറും നമ്മൾ ഒരു സൈഡിലേക്ക് നമുക്ക് ചെരിച്ച് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ പെയിൻറ്റിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഹെലികോപ്റ്ററിനെ ഒരു ഓറഞ്ച് ആൻഡ് വൈറ്റ് ഷെയ്ഡാണ് നമ്മൾ തീം കളറായിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഓറഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡും യെല്ലോയും കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ഒരു ഓറഞ്ച് ഷെയ്ഡ് എടുക്കുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള ബ്ലേഡുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ ബ്ലാക്ക് കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ വൈറ്റ് കളറാണ് ഫസ്റ്റ് നമ്മൾ ഹെലികോപ്റ്റർ മുഴുവനായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ മാത്രമാണ് നമുക്ക് ഓറഞ്ച് കളർ അടിച്ചു കഴിഞ്ഞാൽ ഉപ്പ് ആയിട്ട് കാണുള്ളൂ. അപ്പോൾ നമ്മൾ 2-3 കോട്ട് നമ്മൾ വൈറ്റ് കളർ അടിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള ഓറഞ്ച് കളർ നമ്മൾ അടിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മെയിൻ റോട്ടർ ബ്ലേഡും ബാക്കിലുള്ള റിയർ റോട്ടർ ബ്ലേഡും നമ്മൾ ബ്ലാക്ക് കളറാണ് നമ്മൾ അടിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലാൻഡിങ് ഗിയർ സെക്ഷൻ നമ്മൾ ബ്ലാക്ക് കളറിൽ തന്നെയാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ റോട്ടർ ബ്ലേഡിൻ്റെ അറ്റത്ത് ഏറ്റവും എഡ്ജായിട്ടുള്ള ഭാഗത്ത് നമ്മളൊരു വൈറ്റ് കളർ കൂടി നമ്മളിതിന് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ നമ്മൾ അടിച്ചത് ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു സ്ട്രിപ്പ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. മാസ്കിംഗ് ടൈപ്പിൻ്റെ സ്ട്രിപ്പ് നമ്മൾ ഡിസൈൻ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രിപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഓറഞ്ച് അടിച്ചിട്ട് നമ്മൾ ഈ ഒരു സ്ട്രിപ്പ് ഊരി കളഞ്ഞാൽ അവിടെ നമുക്ക് വൈറ്റ് ലൈൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സ്ട്രിപ്പ് ഒട്ടിക്കുന്നത്. അപ്പോൾ എവിടേക്കാണ് നമുക്ക് ഡിസൈൻ വേണ്ടത് അവിടെയെല്ലാം നമ്മൾ ഈ ഒരു മാസ്കിംഗ് ടൈപ്പ് വെച്ചിട്ട് നമ്മൾ സ്ട്രിപ്പ് ആക്കിയിട്ട് ഒട്ടിച്ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഓറഞ്ച് കളർ നമ്മൾ അപ്ലൈ ചെയ്യാണ്. നമ്മളൊരു 2-3 കോട്ട് ഓറഞ്ച് കൂടി അപ്ലൈ ചെയ്താലാണ് കറക്റ്റ് നമുക്ക് ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. നമ്മുടെ പെയിൻ്റ് എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന മാസ്കിംഗ് ടേപ്പ്, നമുക്ക് ഡിസൈന് വേണ്ടി ഒട്ടിച്ച് വെച്ചിരിക്കുന്ന മാസ്കിംഗ് ടേപ്പൊക്കെ നമുക്ക് ഇതുപോലെ ഊരിയെടുത്ത് കളയാം. അങ്ങനെ നമ്മൾ ഊരിയെടുത്ത് കളയുമ്പോൾ നമുക്ക് കറക്റ്റ് നമുക്ക് ഡിസൈനായിട്ട് കിട്ടും. അതുപോലെ നമ്മൾ അടുത്തതായിട്ട് ഇതിൻ്റെ മിററുകൾ നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. മിററുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാസ്കിംഗ് ടേപ്പ്, നമുക്ക് ഏത് ഡിസൈനിലുള്ള മിററാണ് വേണമെങ്കിൽ നമ്മൾ ആ ഡിസൈനിൽ വരുന്ന രീതിയിൽ നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ്, നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്ന അതേ ബ്ലാക്ക് പെയിൻറ്റ് തന്നെ വെച്ചിട്ട് നമുക്കതെല്ലാം ഫില്ല് ചെയ്യാം. നമ്മളിതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ LT7 എന്നുള്ളൊരു പേര് നമ്മൾ ഇതിനെ കൊടുത്തിട്ടുണ്ട്. ആ പേരും നമ്മളിതുപോലെ തന്നെ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുള്ളതിനാണ്, അതായത് വരച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്കും നമ്മളിത് പറഞ്ഞ പോലെ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ആ പീസുകളെല്ലാം നമ്മൾ ഊരിയെടുത്തിട്ട്, അതായത് പെയിൻറ്റിങ്ങിന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ആ സ്ട്രിപ്പുകൾ നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചിരിക്കുന്ന ആ ഭാഗങ്ങളെല്ലാം ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവസാനത്തെ പണിയാണ് നമ്മുടെ ഇനി മെയിൻ റോട്ടർ ബ്ലേഡ് ഇതിൽ പിടിപ്പിക്കുക എന്നുള്ളതാണ് അവസാനത്തെ പണി. അപ്പോൾ നമ്മൾ മെയിൻ റോട്ടർ ബ്ലേഡ് നമ്മൾ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ആ കമ്പിയിലേക്ക് നമ്മൾ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് ഊരി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയൊരു പീസ് നമ്മൾ മുകളിൽ വെച്ചിട്ട് അത് ലോക്ക് ചെയ്ത് ഇടുന്നുണ്ട്. ഇതോടുകൂടി നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ എല്ലാവിധ പണികളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ഹെലികോപ്റ്റർ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സീലിംഗ് ഫാൻ്റെ താഴെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ റോട്ടർ ബ്ലേഡ് തിരിയുന്നതായിട്ട് കാണാം. നമ്മൾ അതിൻ്റെ റോട്ടർ ബ്ലേഡിനെ ആ ഒരു എയറോഡൈനാമിക് ഷേപ്പ് കൊടുത്തതുകൊണ്ടാണ് അത് അങ്ങനെയുള്ള ഒരു ഡയറക്ഷനിൽ നമ്മൾ ഫാൻ്റെ കാറ്റ് കൊള്ളുമ്പോൾ ഇത് തിരിയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ സൈഡിൽ നിന്ന് കാറ്റടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിയർ റോട്ടർ ബ്ലേഡ് തിരിയുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ മുകളിലായിട്ട് നമ്മളൊരു ഫാൻ നമ്മൾ വെച്ചിട്ടാണ് ഇതിൻ്റെ ഈ ലീഫുകളെല്ലാം കറങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.